അപ്പോസ്തലനായ പൗലോസിലൂടെ സഭയെ അറിയിച്ചത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. That's why through Paul the Lord says like this, the love of the Lord compels us. എല്ലാ അപവാദങ്ങളും ഉണ്ടാകും. There can be so many problems. അപമാനങ്ങൾ ഉണ്ടാകും. There may be so many difficulties. നിന്ദകൾ ഉണ്ടാകും. I mean, people may put you down. പീഡനങ്ങൾ ഉണ്ടാകും. There can be persecutions. യേശു പോയ, നമ്മുടെ ഗുരു പോയ, നമ്മുടെ മാസ്റ്റർ പോയ, നമ്മുടെ നാഥൻ പോയ എല്ലാ വഴികളിലൂടെയും നിങ്ങൾക്കും സഞ്ചരിക്കേണ്ടതായി വരും. You may need to tread through all the passages which our master has gone through. അവിടെയൊക്കെ പിറുപിറുക്കാതിരിക്കണമെങ്കിൽ, Without murmuring if you need to stand. അവിടെയൊക്കെ കുറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ, Without murmuring if you need to അവിടെയൊക്കെ stand. ഇട്ട് കളഞ്ഞിട്ട് പോകാതിരിക്കണമെങ്കിൽ, Without complaining and not moving away. ഇപ്പോഴും ഈ ബൈബിൾ ഉയർത്തി നിന്ന് ശുശ്രൂഷിക്കണമെങ്കിൽ, You need to lift up the Bibles and still minister. നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും വിശ്വാസികളുടെയും സ്നേഹം പിടിച്ചു പറ്റിയതുകൊണ്ട് കഴിയത്തില്ല. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. Not because you have won the hearts of the people and the believers, but you need to love the Lord your God. നിങ്ങളെ നിർബന്ധിക്കുന്നത് നിങ്ങളുടെ പദവിയായിരിക്കരുത്. The compulsion should not be the position of the pastor. നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ ഒരു പാസ്റ്റർ ആയാൽ എന്തോ ആയതാണെന്ന്. You may think that if you become pastor, you became എന്റെ somebody. പ്രിയപ്പെട്ടവരെ, My dear ones, എന്റെ പ്രിയമുള്ളവരെ, my beloved ones, എന്റെ സഹോദരി സഹോദരന്മാരെ, oh, my brethren, യഥാർത്ഥമായി ഒരു ശുശ്രൂഷകൻ എന്ന് പറയുന്നത്, യഥാർത്ഥമായി ഒരു കർത്തൃവേലക്കാരൻ എന്ന് പറയുന്നത്, അവൻ ജീവിക്കാൻ ഇറങ്ങിയവനല്ല, അവൻ കർത്താവിന് വേണ്ടി മരിക്കാൻ ഇറങ്ങിയവനാണ്. oh, a true servant of the Lord, a pastor is not the one who stepped out to live, but to die for Christ.